കോതമംഗലം സർക്കിൾ സഹകരണ യൂണിയന്റെ നേതൃത്വത്തിൽ അംഗസമാശ്വാസ നിധി വിതരണം ചെയ്തു. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ അംഗസമാശ്വാസ നിധി ഉദ്ഘാടനം ചെയ്തു. വിവിധ സഹകരണ സംഘങ്ങളിലെ അംഗങ്ങളായവരും ഗുരുതരമായ രോഗം ബാധിച്ചവരും ബൈപ്പാസ് ശസ്ത്രക്രിയയ്ക്ക് വിധേയമായവരും വാഹനാപകടത്തിൽ അംഗവൈകല്യം സംഭവിച്ചവരും പക്ഷാഘാതം വന്നവരുമായ 108 പേർക്ക് 23,50,000 രൂപയാണ് വിതരണം ചെയ്തത്. കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്കിന്റെ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ കെ ശിവൻ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം എം.എൽ.എ. ആന്റണി ജോൺ അംഗസമാശ്വാസ നിധി ഉദ്ഘാടനം ചെയ്തു. സഹകരണ മേഖല ഏതെല്ലാം നിലയിൽ ജനങ്ങൾക്ക് സഹായകരമായ നിലപാട് സ്വീകരിക്കാൻ കഴിയുമോ എന്നുള്ള അന്വേഷണങ്ങളുടെ എല്ലാം തുടർച്ചയിലാണ് ഇതുപോലുള്ള പുതിയ പുതിയ ആശയങ്ങൾ കേരളത്തിൽ സഹകരണ മേഖലയിൽ നടപ്പിലാക്കുന്നത്. സഹകരണ മേഖലയെ സംബന്ധിച്ച് നമ്മളെല്ലാം എപ്പോഴും അഭിമാനത്തോടുകൂടി പറയുന്നതാണ് കേരളത്തിലെ സഹകരണ മേഖല. അത് ഏത് തലത്തിൽ നോക്കിയാലും രാജ്യത്തിന് മാതൃകയാണ് എന്നുള്ളത് എല്ലാവരും പൊതുവെ അംഗീകരിക്കുന്ന കാര്യമാണ്. ഒരു ധനകാര്യ സ്ഥാപനം എന്നുള്ള നിലയിൽ കേവലം നിക്ഷേപം സ്വീകരിച്ച് വായ്പ തിരികെ കൊടുക്കുന്ന ഒരു പ്രവർത്തനം മാത്രമല്ല കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങൾ നിർവഹിക്കുന്നത്. ഇതൊരു മനുഷ്യന്റെ ജനനം മുതൽ അവന്റെ മരണം വരെ ജീവിതത്തിന്റെ വിവിധ ഘട്ടങ്ങളിൽ സഹകരണ മേഖലയുമായി ഇടപെട്ടു പോകാത്ത ഒരു മലയാളിയും ഉണ്ടാവില്ല. അത്രയേറെ മലയാളിയുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ടു പോകുന്ന ഒരു സംവിധാനമാണ് കേരളത്തിലെ സഹകരണ മേഖല. കുത്തുകുഴി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ വർഗീസ് സ്വാഗതം പറഞ്ഞു. അസിസ്റ്റന്റ് രജിസ്ട്രാർ കെ സുനിൽ റിപ്പോർട്ട് അവതരിപ്പിച്ചു. വിവിധ സംഘങ്ങളിലെ പ്രസിഡന്റുമാരായ എസ് ബാലകൃഷ്ണൻ, യാസർ മുഹമ്മദ്, പി റഷീദ്, എൽദോസ് പോൾ, സർക്കിൾ സഹകരണ യൂണിയൻ അംഗങ്ങളായ കെ ബിനോയ് തുടങ്ങിയവർ സംസാരിച്ചു. സർക്കിൾ സഹകരണ യൂണിയൻ അംഗം KVIB നന്ദി രേഖപ്പെടുത്തി. ന്യൂസ് ഡെസ്ക് KCV ന്യൂസ്.